ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്താണ്. മുമ്പ് ഫുഡ് ഓൺ റോഡ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ഞാനായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇവിടെ പാലക്കാട് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ സ്ഥലം ഞാൻ വരാത്ത സ്ഥലമാണ്, പക്ഷേ ഫുഡ് ഓൺ റോഡ് വന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് വീണ്ടും എത്തി. ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് അല്ലേ? ഇതെല്ലാം ഡിഫറെന്റ്. ഇതെന്താ? കൂന്തൽ. കൂന്തൽ കണവ, ചെമ്മീൻ. എന്തും മീൻമുട്ട. ഓക്കെ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞണ്ടിന് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പേര് നോൺ വെജിറ്റേറിയൻസ് കഴിയുന്നത് കുറവാണ്. പാലക്കാട് ആസ് എ ഡിസ്ട്രിക്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിനെക്കാളും വളരെ കുറച്ച് നോൺ വെജ് യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളും കുറവാണ്. പാലക്കാട് മീൻ ലാവിഷായിട്ട് കിട്ടുന്ന സ്ഥലമാണ് ഈ മീൻകര. അതിവിശാലമായ മീനിൻ്റെ ഒരു കലവറ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കരിമീനുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പേര് എന്താണെന്ന് നമുക്ക് ചേട്ടൻ, ഇത് കരിമീനാണെന്ന് എനിക്കറിയാം. കരിഞ്ഞിരിക്കണോണ്ടല്ല, എന്തുകൊണ്ടാണ് കരിമീൻ എന്ന് പറഞ്ഞത് അറിയത്തില്ല. ചേട്ടന് ചോദിക്കും. ചേട്ടാ ഇത് ബ്രാല്. ഇതെന്തുവാണ്? ആവോലി, അയല. ഓക്കെ. ഇത് ചേട്ടാ, ഈ മീനിന്റെ മേടിക്കുന്ന സീക്രട്ട് ഞാൻ ചോദിച്ചപ്പോഴേ, എവിടെ നിന്ന് ഈ സീസൺ അല്ലാത്ത സമയത്ത് ഇതൊക്കെ ഒപ്പിക്കുന്നത്? തൂത്തുക്കുടി നിന്ന് മേടിക്കും. ചേട്ടാ, പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന്. ചേട്ടാ, ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ രുചിയുടെ സീക്രട്ടും ഇതിൻ്റെ ഒരു സംഭവം കംപ്ലീറ്റ് ഒരു ദുരൂഹതയിലാണ് നിൽക്കുന്നത്. ഇത് പേര് പോലും ഇട്ടിട്ടില്ലല്ലേ കടയിൽ? അതെന്താണ്? അത് പേരില്ലാത്തൊരു സ്ഥാപനമാണ്. അത് നമ്മുടെ ഒരു പാലക്കാട് ഒരു പ്രമുഖ വക്കീൽ അങ്ങനെ പറയുകയും ചെയ്തു. ലോകത്തെ പേരില്ലാത്ത സ്ഥാപനം. പേരിൽ കാര്യമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം സംഭവം കിടിലം ഗുണമുള്ള സംഭവമാണെങ്കിൽ എവിടെയാണെങ്കിലും പേരൊന്നുമില്ല, ആൾക്കാർ തേടി എത്തും അല്ലേ? ചേട്ടന്റെ പേരെന്തായിരുന്നു? ചേട്ടന് പേരുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയതാണ്. നല്ല നമ്മൾ പാലക്കാട് വഴി പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അത് കറക്റ്റായിട്ട് പാലക്കാട് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? പാലക്കാട് 3 കിലോമീറ്റർ. ഹൈവേ വഴി പോകുകയാണെങ്കിൽ ടൗണിലേക്ക് ഇറങ്ങുന്ന ടൗണിൽ നിന്ന് ഇറങ്ങിയാൽ 1 കിലോമീറ്റർ. പാലക്കാട് വഴി കിടന്ന് മലബാർ വഴി കിടന്ന് എല്ലാം ഞണ്ടത് പുഴ ഞണ്ടാണ്. പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റുള്ള, ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള പുഴ ഞണ്ടാണ്. ഇത് ആവോലിന്റെ മുട്ടയാണ്. ആവോലിന്റെ മുട്ടയാണ്. അത് പ്രോൺസ് ആണ്. അത് കൂന്തളാണ്. നമ്മുടെ നൗഷാദിക്കൊക്കെ ഇവിടെ വരാറുണ്ടോ? നമ്മുടെ ഏട്ടന്മാരെയാണ് ഇപ്പോഴും വരാറുണ്ട്. പാലക്കാട് പാസ് ചെയ്യുമ്പോൾ നമ്മളെ വിളിച്ച് വെറുതെ ഒന്ന് മദ്രാസ് പോകുമ്പോഴൊന്ന് വെറുതെ വിഷയത്തിൽ പോകുമ്പോൾ എങ്ങനെ വരും അങ്ങനെ വേണ്ടപ്പെട്ടതാണ്. ഇതിൽ പിന്നെ നമ്മുടെ ഡയറക്ടർ ഷാഫി സാറ്, പ്രിൻസിപ്പൽ ഗോവിന്ദ സാറ്, പിന്നെ കമൽ സാറ്, അങ്ങനെ സിനിമ സംബന്ധമായ ആൻഡ്രൂ സാറ് എല്ലാവരും വരാറുണ്ട്. ചുമ്മാതല്ല കേട്ടോ, നല്ല ടേസ്റ്റ്. കഴിഞ്ഞ ആഴ്ച മറ്റേ ഷാജിക്കല സാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു ക്യൂരിയോസിറ്റി ആണ്, ഇത് എന്താണെന്ന് നമുക്ക് അറിയാനാണ്. നല്ല സ്പൈസി അല്ലേ? അതെ, നല്ല സ്പൈസി ടേസ്റ്റി. പതുക്കെ തിന്നടാ. ആക്രാന്തം കൂടിയിട്ട് ഇതൊരു പ്രത്യേകതര മീനാണ്, കണ്ണ മീൻ. ഇത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കൈ ഉപയോഗിച്ചാണ് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഇവിടെ തെളിയിക്കുമ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. നമുക്ക് ആ ചെമ്മീൻ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ? പിന്നെ ചോദ്യമുണ്ടോ അത്? അല്ല, വയറിൽ സ്ഥലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. അതൊന്നുമല്ല, പ്രത്യേകതരം ഓരോ ലെയറായിട്ടേ ഫില്ല് ചെയ്യുള്ളൂ.
ഇതെല്ലാം ഒരുമിച്ച് കണ്ടോണ്ട് ആകെ ആക്രാന്തം വന്ന് അതൊരു കൺഫ്യൂഷൻ. ഇരിക്കാൻ പറ്റുള്ള. ഓരോ സൈഡിൽ നമുക്ക് തീർത്ത് തരാം. അതെന്താ കണവായിരുന്നു അല്ലേ? ഈ ഗ്രേവിക്ക് വരെ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഈ മീനിൻ്റെ ഗ്രേവിക്ക് തന്നെ ഫുൾ. ഇത് പുഴഞ്ഞണ്ടാണ്. പുഴഞ്ഞണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഴഞ്ഞുണ്ട്. ഇവിടെ വന്നാൽ നമ്മുടെ ആഹാരം കഴിക്കുന്നത് ഒരു ആഘോഷമാക്കി മാറ്റാം. അത് മിനിമം ഒരു മണിക്കൂർ ഇങ്ങനെ വിശാലമായിട്ട് ഇരുന്ന് വേണം നമുക്കിത് കഴിക്കാനായിട്ട്. കഴിച്ച് തീർക്കാനായിട്ട് നമുക്ക് 1 മണിക്കൂറും വേണം. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തി വേണം ഇവിടെ വരാനായിട്ട്. വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനുള്ള സമയം കൂടെ നിങ്ങൾ കണ്ടെത്തുക. കാരണം ഇത്രയും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും നല്ല രീതിയിൽ ടയർഡാവും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മീൻ കട ഭയങ്കര സ്പെഷ്യലാണ്. എന്തായാലും നിങ്ങളിവിടെ വരിക. ഇവിടുത്തെ വെറൈറ്റീസ് നിങ്ങളും ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങളും വരിക, മീൻ കടയിലെ ടേസ്റ്റ് അറിയുക. പിന്നെ അത് വെള്ളം അയ്യോ പാവം. അപ്പോൾ എന്തായാലും കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്നുള്ളൊരു തത്വമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് കഴിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് നമ്മൾ ബ്രേക്ക് എടുക്കുന്നു. കഴിക്കുമ്പോൾ സംസാരിക്കരുത്. പിന്നെ അടുത്ത എപ്പിസോഡിലാണ്. ബൈ ബൈ. ഗുഡ് ബൈ.